എങ്ങനെയാണ് പെർമിഷൻ നിർത്തുന്നത്? ഇതിനൊരു പെർമിഷനല്ലേ? അന്ന് ഞാൻ കർണാടകയിലാണ് വയലു കഴിഞ്ഞ് 1 മണിക്ക് അപ്പോഴും പാട്ട് നടക്കുക. നമ്മളെ പള്ളിയിൽപ്പെട്ട ആളുകൾ പോലും ബേക്കറി തുള്ളുക. ഇത് ആരുടെ പറഞ്ഞാൽ നമ്മളോട് ദേശീയ ദീൻ പറയാൻ പറ്റാത്ത കാലല്ലേ? നല്ലത് കൽപ്പിക്കുന്ന മനുഷ്യൻ തെറ്റിദ്ധരിക്കപ്പെടുന്ന കാലം വരും. ഹറാമിലേക്ക് ക്ഷണിക്കാൻ പൂവിട്ട് സ്വീകരിക്കുന്ന കാലം വരും. ആ അടയാളങ്ങളൊക്കെ നടത്തുന്നത് എല്ലാം നമുക്ക് എന്തെങ്കിലും ഒരു ബോധം വന്നിട്ട് ഞാൻ പറയുന്നില്ലേ, 7 വയസ്സായ മക്കളുടെ രക്ഷിതാക്കൾ അവരോട് നോക്കുമ്പോൾ പറയണം, നിസ്കരിക്കാൻ പറയണം. 10 വയസ്സ് പൂർണ്ണമായ മക്കളുള്ള രക്ഷിതാക്കൾ നോക്ക് നോക്കാൻ പറയുക മാത്രമല്ല, അവരെ അത്താഴത്തിന് നിർബന്ധമായി വിളിച്ചു നിർത്തി അവരെ കൊണ്ട് നോക്ക് നോൽപ്പിക്കണം, അവരെ കൊണ്ട് നിസ്കരിപ്പിക്കണം. സുബഹി നിസ്കരിക്കാതെ കിടന്നിറങ്ങുന്ന 10 വയസ്സായ മകനോ മകളോ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ കുറ്റക്കാരാണ്. എന്നാൽ ഈ അടിക്കൽ ചെയ്യുന്നില്ലെങ്കിൽ അടിക്കൽ നിർബന്ധമാണ്. നിർബന്ധമെന്നാൽ ചെയ്തിട്ടില്ലെങ്കിൽ ശിക്ഷ കിട്ടും. അങ്ങനെ കൊണ്ട് ഇപ്പൊ നോക്കി കോളേജുകളിലേക്ക് ഇപ്പോൾ അഡ്മിഷൻ നൽകുന്നത് 8 വയസ്സ് പൂർണ്ണമായ കുട്ടികൾ. ഇതുപോലെയുള്ള സ്ഥാപനങ്ങളിലേക്ക് അഡ്മിഷൻ നൽകുന്നത് 11 വയസ്സായി 12 വയസ്സ് കഴിഞ്ഞു പോവാത്ത കുട്ടികൾ. പഠനം ഫ്രീയ, ഭക്ഷണം ഫ്രീയ, താമസം ഫ്രീയ. എന്നിട്ടും ഒരു ഇസ്ലാമിക വേഷം പോലും ധരിക്കാൻ പാടില്ലാത്ത സ്കൂളുകളിലേക്ക് കഴിവിന്റെ പരിധിയിൽപ്പെടാത്ത ഫീസ് കൊടുത്ത് പഠിപ്പിക്കുന്ന പള്ളി പ്രസിഡന്റുമാരും പള്ളി സെക്രട്ടറിമാരും വാഴുന്ന കാലമായി. നമ്മൾ ധൈര്യമായിട്ട് പറയുന്നല്ലേ, തലയിലിട്ട മുഖമക്കളെ പോലും എടുത്ത് മടക്കി വെച്ച് ബേഗിടാതെ ഗേറ്റിൽ അടക്കാൻ പാടില്ല എന്ന് പറയുന്ന സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളിൽ 80% മുസ്ലിങ്ങളാണെന്ന് പറയുമ്പോ എന്ത് കാര്യമാണ്? അല്ലെങ്കിൽ ലോകത്തില്ലാത്ത ഫീസ് കൊണ്ട് പഠിപ്പിക്കുന്നത്. ഈ മക്കളെ 4 ദിവസം സ്കൂളിൽ പറഞ്ഞ് കാണുന്നാൽ മതി. ഒരു സമരം പോലെ ഒരു പ്രതിഷേധം കാണിച്ചാൽ ആ സ്കൂളിന് നിയമം മാറും. അത് മാറ്റാൻ പോലും തയ്യാറില്ലാതെ അവിടെ ഫീസ് കൊണ്ട് കൊടുക്കുന്ന പരിശോധിച്ചാൽ ഈ 80% കുട്ടികളെ ബാപ്പാരോ വല്യാപ്പാരോ പള്ളിക്കമ്മിറ്റിക്കാർ. നമ്മളെങ്ങനെ എവിടുന്നാ സ്കൂളിൽ കടകളൊന്നും നമ്മൾ പറയുന്നില്ല. അത് പറഞ്ഞാൽ ആ നാവ് പിന്നെ അതൊക്കെ മോശമാണ്. നമ്മളെ തൊട്ടടുത്ത സ്കൂളുകൾ വരെ അത്രയും മോശമാണ്. ആണും പെണ്ണും കലമ്പേറ്റ് ഇവിടെ നടന്ന സെന്റ് ഓഫിലുള്ള വിവരങ്ങൾ അവിടുത്തെ മാഷുമാരോടൊന്ന് രഹസ്യമായി ചോദിച്ചു നോക്കി എന്തൊക്കെ നടന്നിട്ടുണ്ട്. സെന്റ് ഓഫ് എന്ത് കിട്ടിയിരുന്നത് പള്ളി പറയാൻ പറ്റില്ല. നമ്മളെ മക്കളെ ഈ ഇരിക്കുന്നവരെങ്കിലും നമ്മളെ മക്കളിലേക്ക് പോയിട്ടില്ല എന്നവർക്ക് കണ്ടിന്യൂവായിട്ട് ഈ ക്ലാസ് മുന്നോട്ട് പോകണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. സ്ത്രീകളെ ക്ലാസ് കൊണ്ട് എല്ലാവരും പോലെ പോയിട്ട് 11 മണിയാകുമ്പോഴേക്കും സ്ത്രീകളോട് എന്താ പറയണം എന്നാ ഉച്ചവരെ ക്ലാസ് ആമീൻ. സല്ലല്ലാഹു അലൈഹി വസല്ലം.